മന്ത്രി ഒ ജെ ജനീഷിൻ്റെ വാക്കുകൾ, മന്ത്രി ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതുമായ കാര്യങ്ങൾ, ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മന്ത്രി മലക്കം പറഞ്ഞതും ഇന്ന് കേരളം കണ്ടതാണ്. MDMA കേസിലെ പ്രതികൾക്ക് യൂത്ത് കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ലെന്നായിരുന്നു മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. എന്നാൽ തനിക്ക് വ്യക്തിപരമായി അറിയില്ലെന്നാണ് പറഞ്ഞതെന്നും ഇയാൾക്കെതിരെ നടപടിയെടുത്തെന്നും ജനീഷ് ഇന്ന് നിലപാട് തിരുത്തി. യൂത്ത് കോൺഗ്രസ് നേതാവൊന്നുമല്ല, ആ ചിത്രത്തിൽ അത് പിന്നെ അങ്ങനെ ഭാരവാഹിത്വത്തിൽപ്പെടുന്ന ആളൊന്നുമല്ല. ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് ഈ പറയപ്പെടുന്ന രീതിയിൽ ലഹരി മരുന്ന് മാഫിയുമായിട്ട് ഒരു വിദൂരമായ ബന്ധമെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംഘടനയ്ക്കകത്ത് നിലനിർത്തില്ല. അതിൻ്റെ വിക്ടിംസാണ് ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഈ ചെറുപ്പക്കാരെല്ലാം തന്നെ. അവരെല്ലാം സത്യത്തിൽ വിക്ടിംസാണ്. കാരണം ഇതിൻ്റെ ഏറ്റവും താഴെ തലത്തിലുള്ള ആളുകളാണ് ഇവരെല്ലാം തന്നെ, ഏറ്റവും താഴെ തലത്തിലുള്ള ആളുകളാണ്. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ അറിയില്ല. ഞാൻ അദ്ദേഹം ഭാരവാഹിയാണെന്ന് സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ യൂണിറ്റ് കമ്മിറ്റികളുടെ മുഴുവൻ ഭാരവാഹികളുടെയും പേരുവിവരങ്ങളെ സംബന്ധിച്ച് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഉടനെ പറയാൻ വേണ്ടി കഴിയില്ല. കാരണം സംസ്ഥാനത്തിനകത്ത് എത്ര യൂത്ത് കോൺഗ്രസിൻ്റെ യൂണിറ്റ് കമ്മിറ്റികളുണ്ടെന്ന് മുഴുവൻ യൂണിറ്റ് കമ്മിറ്റികളുടെ ലിസ്റ്റും കൊണ്ടാണ് സംസ്ഥാന പ്രസിഡന്റുകളൊക്കെ. എന്നിരുന്നാൽ കൂടി ഒരു ആക്ഷേപം ഉയർന്നു വന്ന സമയത്ത് തന്നെ അത് നടപടിയെടുക്കേണ്ട ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ ഘടകങ്ങളാണ്. യൂണിറ്റ് കമ്മിറ്റികളെ സംബന്ധിച്ചൊക്കെ തന്നെ അസംബ്ലി കമ്മിറ്റിക്കോ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്കോ നടപടിയെടുക്കാറുള്ളൂ. ഉയർന്ന തലങ്ങളിലെ നടപടികൾ മാത്രമേ സംസ്ഥാന കമ്മിറ്റിയുടെ പരിധിയിലേക്ക് വരാറുള്ളൂ. ആക്ഷേപം ഉയർന്നു വന്ന സമയത്ത് തന്നെ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നടപടി എടുത്തിരുന്നു. സാലി മുഹമ്മദ് ഒരിക്കൽ കൂടി ചേർന്നു. സാലി, ഏതായാലും ഈ മയക്കുമരുന്ന് മാഫിയ വാർത്ത വന്നതിൽ പെട്ടുപോകുന്നത് കോൺഗ്രസിലെ വലിയ ഒരു നിര തന്നെയാണ്. ജനീഷിന് തന്നെ ഇന്നലെയും ഇന്നുമായി നിലപാട് തിരുത്തേണ്ടി വന്നു. മറ്റ് ചില മന്ത്രിമാർ, അതായത് സിദ്ദിഖ് അടക്കമുള്ളവരോടൊപ്പം നിന്നുള്ള ഈ പ്രതികളുടെ ചിത്രങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വലിയ തരത്തിലുള്ള ബന്ധം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ VPP മുസ്തഫ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന മേൽവിലാസം, കോൺഗ്രസിൻ്റെ മേൽവിലാസം ഉപയോഗിച്ച് നടത്തിയ വലിയ ഒരു ക്രിമിനൽ ഇടപാട്, അതിൽ ലഹരിക്കടത്തുണ്ട്, ആളുകളെ തട്ടിക്കൊണ്ടുപോകലുണ്ട്, സൈബർ തട്ടിപ്പുണ്ട്. നേരത്തെ സാലി പറഞ്ഞു നിർത്തി തന്നെ തുടങ്ങിയാൽ ജയിലിൽ വെച്ച് ഇവരുടെ ഈ സംഘടന, ഈ ഗ്യാങ് വിപുലപ്പെടുന്നത് എങ്ങനെയായിരുന്നു? അതായത് ഈ കോൺഗ്രസിൻ്റെ സംവിധാനങ്ങളും ഒക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ മികച്ച ഉദാഹരണമാണ് ആ സംഭവം. കാരണം ഇവർ ജയിലിൽ വെച്ച് ഈ മയക്കുമരുന്ന് ആളുകളുമായി ഇയാൾക്ക് സൈൻലാബ്ദീന് ബന്ധം വരുന്നു. സൈൻലാബ്ദീൻ ആ ബന്ധം തുടരുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം അതിന് പറ്റിയതല്ലാത്തൊരു കാലഘട്ടത്തിൽ അയാൾ വിദേശത്ത് പോകുന്നു. കേരളത്തിൽ ഭരണമാറ്റമുണ്ടായി. 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ സൈനുലാബ്ദീൻ തിരിച്ച് കേരളത്തിലെത്തുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പഴയ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഈ പ്രാദേശികമായി തനിക്കുള്ള കോൺഗ്രസ് സൗഹൃദങ്ങളും വെച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ആ ഗ്രൂപ്പാണ് ഇപ്പോൾ അതേപോലെ ഈ മയക്കുമരുന്ന് സംഘമായി മാറിയതും ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യവും രാഷ്ട്രീയ പശ്ചാത്തലവും വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് എന്ന സംഘടനാ സംവിധാനത്തെ എങ്ങനെ ഈ ആളുകൾ ഉപയോഗിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ്, ആ കോൺഗ്രസ് എന്ന സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ രൂപപ്പെടുന്നത്. ആ ഗ്രൂപ്പ് അതേപടി മയക്കുമരുന്ന് കടത്ത സംഘമായി അതേപടി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ ഭരണമാറ്റത്തോടെ വന്നു എന്ന തിരിച്ചറിവാണ് അവരെ ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി അത് പറയുമ്പോൾ നമുക്ക് ഈ കേസിൽ ഒരു പിടിക്കപ്പെട്ടു എന്ന് ഊറ്റം കൊള്ളുന്ന ചില ആളുകളുണ്ട്. പക്ഷേ ഇനി ആ കേസിൻ്റെ ഗതി എന്താവും, പിടിക്കപ്പെട്ട സമയത്ത് ഇവരെങ്ങനെ പെരുമാറി എന്നുള്ളതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നതാണ്. എങ്ങനെ ഇത് മാധ്യമങ്ങളിലേക്ക് വന്നു, ഇത് ചന്ദേര പോലീസ് അവരെ പിടികൂടുന്ന ആ സമയത്ത് തന്നെ ഈ ദൃശ്യങ്ങളും ഈ ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള സ്വന്തം ചാറ്റുകളുമൊക്കെ ഇവർ പോലീസിനെ കാണിച്ചിരുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞത്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചെറിയൊരു അങ്കലാപ്പ് ആ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അതിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് തന്നെ, മാത്രമല്ല ഇനി മുകളിൽ നിന്ന് വിളി വരും, ഇത് വെറും പെറ്റി കേസായി മാറും, ഇത് ഒരു തരത്തിലും ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്ന് തിരിച്ചറിഞ്ഞ ആ സംഘത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ പ്രാദേശിക മാധ്യമപ്രവർത്തകരോട് വിളിച്ചറിയിച്ച് ഇവരുടെ ദൃശ്യങ്ങൾ എടുപ്പിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കേസുണ്ട്, അറസ്റ്റുണ്ട് എന്ന് പൊതുമധ്യത്തിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ കേസ് ഒരു പെറ്റി കേസാകാതെ ഇതൊരു വലിയ കോളിളക്കം സൃഷ്ടിച്ച മയക്കുമരുന്ന് കടത്ത് കേസായി രൂപപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലായിരുന്നുവെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ സമയത്ത് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ, ഈ കെണി തിരിച്ചറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴിത് ഒരു ചെറിയ കേസായി മാറിയേനെ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ രണ്ടാമത്തെ വിഷയം ഉയർന്നു വരിക, ഇനി ഈ കേസിനെ എങ്ങനെ അവരെ അന്ന് ഈ പിടികൂടുമ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായുള്ള ചാറ്റടക്കം ഈ പോലീസിന് അവർ കാണിച്ചിരുന്നു അല്ലേ? അതാണ് ഒരുപക്ഷെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതായിരിക്കാം. അങ്ങനെ കാണിച്ചില്ലായിരുന്നെങ്കിൽ പോലും ഇവർ ആരാണെന്ന് പോലും അറിയില്ല. ഈ പറയുന്നത് പോലെ പോലീസ് പ്രാദേശിക മാധ്യമപ്രവർത്തനം അറിയിക്കുന്ന ഒരു സാഹചര്യം വരികയും ഉണ്ടായിരുന്നില്ല. കേസ് ഒരു പക്ഷേ തൂഫാനിൽ പിടിക്കപ്പെട്ടത് ഇന്നയാളെന്ന് പറഞ്ഞ് കേസ് തന്നെ തേച്ച് മായ്ക്കപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. തൂഫാനിൽ ചെന്നിത്തലയും കുടുങ്ങേണ്ടി വരുമോ?
അതായത് ഇത് ചെന്നിത്തലയായിട്ടുള്ള ചാറ്റ്, ഇവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഒത്തുള്ള ദൃശ്യങ്ങൾ, സ്വന്തം വീട്ടിൽ മുഖ്യമന്ത്രി വന്നയാൾ എന്ന ഒരു പരിഗണന സ്വാഭാവികമായും ഈ പ്രതിക്ക് പോലീസിൽ നിന്ന് ലഭിക്കും, സ്വാഭാവികമാണത്. അപ്പോൾ അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തി ഈ കേസിൽ നിന്ന് തങ്ങൾക്ക് ഊരിപ്പോകാം എന്നാണ് പ്രതികൾ അപ്പം വിചാരിച്ചത്. പക്ഷേ ആ കൂട്ടത്തിൽ ആ പിടികൂടിയ സംഘത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വളരെ ബുദ്ധിപൂർവമായ ഇടപെടൽ ഈ വിഷയത്തെ പൊതുമധ്യത്തിൽ എത്തിക്കാൻ സഹായിച്ചു എന്ന് ഞാൻ ഈ സന്ദർഭവശാൽ സൂചിപ്പിച്ചതാണ്. കാരണം നമുക്കിപ്പോഴും ഒരാശങ്കയുണ്ട് ഈ കേസിൻ്റെ ഭാവിയിലെ ഗതി എന്താകും എന്നുള്ള കാര്യം. കാരണം ഇവരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ പിടിച്ചിരിക്കുന്ന 139 ഗ്രാം MDMA ആണ്. അത് ഒരു MDMA എന്ന നിലയ്ക്ക് ഒരു മയക്കുമരുന്ന് കേസായി മാറുമോ, അതോ ഇവർ യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലാകമാനം വിപുലമായ ശൃംഖലകളുള്ള ഒരു മയക്കുമരുന്ന് റാക്കറ്റുണ്ട്, ആ റാക്കറ്റിൻ്റെ കണ്ണിയും ഭാഗവുമാണിവർ. കാരണം ഇവർക്ക് ഈ കൺസൈൻമെൻറ്റിൽ തന്നെ വന്നത് നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ്, 500 ഗ്രാമാണ്. അതിൽ 200 ഗ്രാം മലപ്പുറത്ത് വിറ്റു, ഒരാൾക്ക് കൊടുത്തു. 150 ഗ്രാം കണ്ണൂരിൽ മറ്റൊരാൾക്ക് കൊടുത്തു. ബാക്കി 139.4 ഗ്രാമാണ് അവരുടെ കൈവശമുണ്ടായിരുന്നത്. അപ്പോൾ അതിനു മുൻപും ഇവർ മയക്കുമരുന്ന് കടത്തിയിട്ടുണ്ട്. ഈ മാസം തന്നെ 4ാമത്തെ കൺസൈൻമെൻറ്റാണ് ഇവർക്ക് വന്നത് എന്നത് വ്യക്തമായി. അത് ചോദ്യം ചെയ്യലൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പം ഇത് വലിയൊരു മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമാണിവർ. ഇവർ ബംഗളൂരുവിൽ നിന്ന് രാജ്യത്തിൻ്റെ മുംബൈയിൽ നിന്ന് അടക്കം എറണാകുളത്ത് മയക്കുമരുന്ന് എത്തിക്കുന്ന ഒരു യുവതിയുണ്ട്. ആ യുവതിയാണ് ഇത് ഇവർക്ക് എത്തിച്ചു നൽകുന്നത്. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള മൊത്തക്കച്ചവടം നടത്തുക എന്നുള്ള ജോലിയാണ് ഈ യൂത്ത് കോൺഗ്രസ് സംഘം ചെയ്തിരുന്നത്. അവർ ഏറ്റവും കുറഞ്ഞത് 100 ഗ്രാമിൽ താഴെ 100 ഗ്രാം വരെ കൊടുക്കുമായിരുന്നുള്ളൂ. 100 ഗ്രാമിന് മുകളിലേക്കാണ് ഇവരുടെ കച്ചവടം. 100 ഗ്രാമിന് താഴെ